10-ാം വർണ്ണകം. ഈ 9-ാം വർണ്ണകത്തിൽ സ്വാമി ഉപസംഹരിച്ചത് ഇങ്ങനെയാണ്: ഏതു ഭാഗ്യശാലിയായ പുരുഷൻ ആത്മാവിനെ സാക്ഷി മാത്രമായും അഹങ്കാരാദികളാൽ തൊടപ്പെടാത്തവനായും ചൈതന്യമാത്രമായും ശ്രുതികളാൽ അറിയുന്നുവോ അവനാണ് ജീവൻ മുക്തൻ. അങ്ങനെ തന്നെ ശ്രുതിയും പറയുന്നു: അല്ലയോ പുത്ര, ആത്മവിഷയത്തിൽ വേദാന്ത ശാസ്ത്രം പ്രമാണം. അതിനെ വിശ്വസിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിനെ അവസ്ഥാത്രയ സാക്ഷിയായി അറിയണം. 9-ാം വർണ്ണകത്തിൽ ആത്മാവ് അവസ്ഥാത്രയ സാക്ഷി എന്നുള്ള നിരൂപണമാണ് നമുക്ക് ചെയ്തു തന്നത്. നമുക്ക് വന്നിട്ട് പോകുന്ന 3 അവസ്ഥകൾ: ജാഗ്രം, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകൾക്കും ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? കേവലം സാക്ഷി മാത്രമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആത്മാവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പം ഇതിൽ ബന്ധപ്പെടാതെ ജീവൻ ഇതിൽ ബദ്ധനായിട്ട് കിടക്കുകയാണ്. ജീവൻ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആത്മാവ് എങ്ങനെ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നതിന് വേദം ചൂണ്ടിക്കാണിച്ച് തന്നിരിക്കുന്നു. ഈ രൂപത്തിലാണ് ആത്മാവ് ഈ 3 അവസ്ഥകളിലും ഇരിക്കുന്നത്. അങ്ങനെ 10-ാം വർണ്ണകം ആരംഭിക്കും. ഈ 10-ാം വർണ്ണകത്തിൽ ആത്മാവ് പഞ്ചകോശത്തിന് അന്യൻ എന്നത് ചൊല്ലപ്പെടും. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് കോശങ്ങൾ 5. അന്നത്തിന്റെ വികാരമായ ശുക്ലശോണിതത്താൽ ഉണ്ടായ ഷഡ്ഭാവ വികാരത്തോട് കൂടിയതും അന്നത്തിനാൽ വൃത്തിപ്പെടുന്നതുമായ ഈ സ്ഥൂല ശരീരമാണ് അന്നമയ കോശം. കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയ പ്രാണമയ കോശം, ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയ മനസ്സ് മനോമയ കോശം, അവയോട് ചേർന്ന ബുദ്ധി വിജ്ഞാനമയ കോശം, പ്രിയം, മോദം, പ്രമോദം ഈ വൃത്തികളോട് കൂടിയ ജ്ഞാനം ആനന്ദമയ കോശം. ഇഷ്ടമായ വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് പ്രിയം. വസ്തു കിട്ടിയതിനാൽ ഉണ്ടാകുന്ന സന്തോഷമാണ് മോദം. ആ വസ്തുവിനെ അനുഭവിക്കുന്നതിനാൽ ഉണ്ടാകുന്ന സന്തോഷമാണ് പ്രമോദം. ഇവകളെയാണ് പഞ്ചകോശങ്ങളെന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ 10-ാം വർണ്ണകത്തിൽ സ്വാമി പറയുന്നു, ഈ ആത്മാവ് പഞ്ചകോശത്തിന് അന്യൻ എന്നത് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുക. എന്തിനാണിത് പറയുന്നത്? ഈ ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്നതാണ് അജ്ഞാനം. ഈ അജ്ഞാനത്തിന് മാറ്റണമെങ്കിൽ എന്ത് വേണം? ഈ ആത്മസ്വരൂപത്തെ ഉള്ളതുപോലെ അറിയണം. അത് ഉള്ളതുപോലെ അറിയണമെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള പരിജ്ഞാനമോ മറ്റോ കൊണ്ട് ഇതിനറിയാൻ സാധിക്കില്ല. ഇത് വേദമാണ്. വേദമാകുന്ന ചക്ഷുവിലൂടെ ഇത് നോക്കണം. വേദമാണ് ഇതിൻ്റെ പ്രമാണം. അതുകൊണ്ട് വേദത്തിനെ ആശ്രയിക്കാതെ ഈ ആത്മജ്ഞാനം ഇതിലുണ്ടാവും. ബാക്കിയെല്ലാം ജ്ഞാനം തന്നെയാണ്. എല്ലാത്തിനും വരുന്ന സന്തോഷം തന്നെ ജ്ഞാനം തന്നെയാണ്. പക്ഷെ അതെല്ലാം ക്ഷണഭങ്കുരങ്ങളാണ്. അല്പനേരം. ഇതിനും ഒരു ദീർഘസ്ഥിതിയില്ല. മകളെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം എത്ര സമയം നിൽക്കുന്നു വിഷയം. ഒരിക്കലും കഥ തന്നെ സ്വാമി പറയുന്നുണ്ടായി. വാർദ്ധക്യമായ ഒരു മാതാപിതാക്കൾ അങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു ആഗ്രഹം. തൻ്റെ പ്രിയപ്പെട്ട ഒരു മകനുണ്ട്, അവനിപ്പോൾ ദൂരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരത് കണ്ടെങ്കിലെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ കഴിയുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് പയ്യൻ അവിടെ വരാനിടയായത്. പെട്ടെന്നുണ്ടായ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷെ അവർ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ സന്തോഷം ഡെയിലി ഫെയ്ഡ് ആവുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ആ ഒരു സന്തോഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല, പിന്നെ അത് ഫെയ്ഡായി. സ്വപ്പം ഫെയ്ഡായി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ചോദിക്കുന്നു, മോനെ നിനക്ക് പോകണ്ടേ തിരിച്ചു പോകണ്ടായിരുന്നു. അപ്പോൾ അവര് സന്തോഷമായി. ഇവൻ അടുത്ത് കണ്ടതിൽ ഉണ്ടായ സന്തോഷം അവർക്ക് കണ്ടുകൊണ്ടിരുന്നത് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോകവസ്തുക്കളിൽ മേൽ വരുന്ന ഈ പ്രിയവും മോദവും പ്രമോദവും ഈ സന്തോഷങ്ങളെല്ലാം ക്ഷണഭംഗം വളരെ ചെറിയൊരു സമയത്തേക്കുള്ളൂ. ഇവിടെ പറയുന്നത് തന്നെ സാക്ഷാത്കാരമാകുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ ആനന്ദം അത് അതിരില്ലാത്തതാണ്. അതിന് നോ ബ്രേക്ക്. അതൊരിക്കൽ ഉദിച്ചാൽ അവർ പറയുന്നു അതിന് ഒരിക്കലും ഒരു നാശമില്ലാത്തതിനെയാണ്, അവിനാശിയായിരിക്കുന്ന ആ ഒരു അനുഭവത്തെയാണ്, ആ ആനന്ദാനുഭവത്തെയാണ് ഇവിടെ വേദം നമുക്ക് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നമുക്ക് നമ്മളെ കൊണ്ട് അടയിപ്പിക്കും. മറ്റതൊക്കെ എല്ലാവർക്കും അറിയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ
സന്തോഷമുള്ള കാര്യം എന്താണ് ലോകത്തിൽ? പലർക്കും പലതായിരിക്കാം. അതിലും ഒരു വ്യത്യസ്ത അഭിപ്രായമാണ്. ചിലർക്ക് മക്കളോടായിരിക്കും പ്രിയം, ചിലർക്ക് പണത്തോടായിരിക്കും, ചിലർക്ക് വസ്തുക്കളോടായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ പ്രിയമുള്ള രൂപത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. കൈവല്യസ്വാമി പറഞ്ഞു, പൊന്നില മാതരാശി, പൊന്നിനോടും പിന്നെ നിലത്തോടും പിന്നെ അതുപോലെ സ്ത്രീകളോടും. പൊന്ന് നിലം മാതം, ഇതിൽ ആശയോട് കൂടിയാണ് പോലും ഈ ലോകത്തിലുള്ള ഈ അജ്ഞാനികളെല്ലാം ഇരിക്കുന്നത്. ഏതെങ്കിലും ഒന്നിൽ കൂടുതലായിരിക്കും പ്രിയം. പക്ഷെ എന്തിനാണ് പ്രിയം വെച്ചിരിക്കുന്നത്? സുഖമായിരിക്കണം, ആനന്ദമായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ആനന്ദമായിട്ട് സുഖമായിട്ടിരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞവരുണ്ടോ? ആർക്കെങ്കിലും കഴിയുമോ? സാധ്യമല്ല. കാരണം അതെല്ലാം പ്രാകൃതമാണ്. അതെല്ലാം മനോഭാവങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. ഇവിടെ തന്റെ ആത്മസുഖത്തെ പറ്റി പറയുമ്പോൾ അത് മനോഭാവത്തെ ആശ്രയിച്ചല്ല ഉണ്ടാവുന്നതും ഇല്ലാതാവുന്നതും. അത് ഉണ്ടായതുമല്ല, ഇല്ലാതാവാൻ സാധ്യതയുള്ളതുമല്ല. അത് തന്റെ സ്വരൂപമായിട്ടിരിക്കുന്നു. ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അറിയാതിരിക്കുന്നതിന് അജ്ഞാനം എന്ന് പറയും. ഞാൻ എവിടെ ഇരിക്കുന്നു? താൻ എവിടെ ഇരിക്കുന്നു? ഈ ആത്മസ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. തന്റെ പ്രതിഷ്ഠ അതിലാണ്. പക്ഷെ താൻ അതിനെ അറിയുന്നു. അറിയാന്ന് പറഞ്ഞാൽ നോക്കി കണ്ടോ അറിയുന്നു, അതല്ല, ഉണരുന്നില്ല. ഒരു ഗുരു പറഞ്ഞു, നീ ആത്മസ്വരൂപമാണ്, നീ എപ്പോഴും ആ സച്ചിദാനന്ദ ബ്രഹ്മമാണ് നീ എന്നൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ ഇരിക്കുന്നത് അതിലാണ്. ഇരുന്നു കൊണ്ട് പറയുന്നു, എന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ ഈ വർണ്ണകത്തിൽ ഈ ആത്മാവ് ഈ കോശങ്ങൾക്ക്, പഞ്ചകോശങ്ങൾക്ക് വ്യതിരിക്തനാണ്, അന്യനാണ് എന്ന് പറയും. എന്നിട്ട് ആ കോശങ്ങളെല്ലാം എടുത്തു പറയും. 5 കോശങ്ങളാണ്. കോശം എന്ന് വെച്ചാൽ മറയ്ക്കുന്ന ഒരു ആവരണത്തെയാണ് കോശം എന്ന് പറയുന്നത്. ശിവലിംഗത്തെ ചെമ്പടവും പിന്നെ അതുപോലെ വാളിനെ ഉറയും മറയ്ക്കുന്ന പോലെ തന്നെ ഈ കോശങ്ങൾ, ഈ 5 കോശങ്ങളെ കൊണ്ടാണ് ആത്മാവ് മറയപ്പെട്ടതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വാളിന് 5 ഉറ വെച്ചും കൂടെയാണ്. ആദ്യം ഒരു സഞ്ചിയിലിട്ടു ആ വാൾ, പിന്നെ അതെല്ലാം കൂടി ചേർത്ത് വേറൊരു സഞ്ചിക്കകത്ത്, ഇങ്ങനെ 5 ഉറയ്ക്കുള്ളിൽ ഈ വാള് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഈ ആത്മ ഈ കോശങ്ങളിലുള്ളിലായിട്ട് ഇരിക്കുന്നത്. അപ്പം ഈ രൂപത്തിൽ ഈ 5 കോശങ്ങളാലും ആത്മാവ് മറയപ്പെട്ടവനായിട്ടിരിക്കുകയാണ്. അത് മനസ്സിലായിക്കോളും. ഈ കോശങ്ങളെ പറ്റി നമുക്കറിയണ്ടേ? 5 കോശങ്ങളാണ്. അതിൽ ഏറ്റവും ബാഹ്യ ഉറയാണ്. ഇതാണ് അന്നമയ കോശം. ഇതാണ് നമ്മുടെ സ്ഥൂല ശരീരം. ഇതിന്റെ ഏറ്റവും ബാഹ്യമായ ഉറയാണ്. ഉറയെന്ന് വെച്ചാൽ ആത്മാവിനെ മറച്ചിരിക്കുന്ന ഉറകളെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ബാഹ്യമായ ഉറ അന്നമയ കോശമാണ്. അപ്പൊ നമ്മൾ വാളിൽ എങ്ങനെയാണ് അറിയുന്നത്? ഓരോ ഉറയായിട്ട് ഇതിനെ മാറ്റും. ഓരോ മറച്ചിരിക്കുന്ന ഓരോന്നായിട്ട് മാറ്റി അവസാനം വാള് കരുതലാപലകം പോലെ ദൃശ്യമാവുന്ന പോലെ ഇതും അങ്ങനത്തെ. ഇത് പറയുന്നു, ഇവിടെ മാറ്റുകയല്ല ചെയ്യുന്നത്, ഇതിന്റെ വിവേകം ഉണ്ടായാൽ മാത്രം. ഇവിടെ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ശരീരം ഉറയെന്ന് വിചാരിച്ച് ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് കളയാന്നുള്ള അങ്ങനെയല്ലല്ലോ ഇത് മാറേണ്ടത്. ഇത് ഉറയാണെന്ന് അറിഞ്ഞാൽ മതി. കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറമായി. അന്നത്തിന്റെ വികാരമായ ശുക്ലശോണിതത്താൽ ഉണ്ടായ ഷഡ്ഭാവ വികാരത്തോട് കൂടിയതും അന്നത്തിനാൽ വൃത്തിപ്പെടുന്നതുമായ ഈ സ്ഥൂല ശരീരമാണ് അന്നമയകോശം. ഇനി അടുത്തത് കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയ പ്രാണമയകോശം. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത് ഈ 5 കർമ്മേന്ദ്രിയങ്ങളാണ്. വാക്പാണി പാദം വായു ഉപസ്ഥം, 5 കർമ്മേന്ദ്രിയം. ഈ 5 കർമ്മേന്ദ്രിയങ്ങളോട് കൂടി പ്രാണനോട് കൂടിയതാണ് പ്രാണമയകോശം. ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയ മനസ്സ് മനോമയകോശം. അവയോട് ചേർന്ന ബുദ്ധി വിജ്ഞാനമയകോശം. ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് ചേർന്നൊക്കെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊപ്പി, ചെവി. ഇതിനെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. വാക്പാണി പാദം വായു ഉപസ്ഥം, ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടെ ചേർന്നതിനെയാണ് മനോമയകോശമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജ്ഞാനേന്ദ്രിയവും
ബുദ്ധിയായിട്ട് ചേർന്നതിനെയാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, ഈ ഉറകളാണ് ഈ ആത്മാവിനെ മറച്ചിരിക്കുന്ന ഉറകളെ പറ്റി പറയുക, ആവരണത്തെ പറ്റി പറയുക. അതിൽ ആദ്യത്തെ ഏറ്റവും ബാഹ്യ ഉറയാണ് പോലും ഈ സ്ഥൂല ശരീരം. നമ്മൾ കാണുന്ന ഈ തഴി, ഇത് ബാഹ്യ ഉറയാണ്. അത് കർമ്മേന്ദ്രിയവും പ്രാണനും കൂടി ചേർന്ന് പ്രാണമയ കോശം. മനസ്സും ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്ന്, പഞ്ചേന്ദ്രിയങ്ങളും കൂടെ ചേർന്ന് മനോമയ കോശം. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും കൂടെ ചേർന്ന് വിജ്ഞാനമയ കോശം. പ്രിയം, മോദം, പ്രമോദം, ഈ വൃത്തികളോട് കൂടിയ ജ്ഞാനം ആനന്ദമയ കോശം. പ്രിയം, മോദം, പ്രമോദം 3 രൂപത്തിലാണ് ഇരിക്കുന്നത്. പ്രിയമായിട്ടും മോദമായിട്ടും പ്രമോദമായിട്ടും. അതിനെപ്പറ്റി ഇപ്പം പറയും സാർ. അതായത് ഇഷ്ടമായ വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനെയാണ് പ്രിയം എന്ന് പറയുന്നത്. ഇഷ്ടമായ വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പ്രിയം. വസ്തു കിട്ടിയതിനാൽ ഉണ്ടായ സന്തോഷമാണ് മോദം. ആ വസ്തുവിനെ അനുഭവിക്കുന്നതിൽ ഉണ്ടാകുന്ന സന്തോഷത്തെയാണ് പ്രമോദം. ഇങ്ങനെ 3 രൂപത്തിലാണ് ഈ പറയുന്ന ആനന്ദമയ കോശം ഇരിക്കുന്നത്. പ്രിയം, മോദം, പ്രമോദം. പ്രിയം എന്ന് പറയുന്നത് ഇഷ്ട വസ്തുവിനെ കാണുമ്പോഴുള്ള സന്തോഷം. ഇഷ്ട വസ്തുവിനെ കിട്ടിയപ്പോഴുള്ള സന്തോഷം രണ്ടാമത്. ഇഷ്ട വസ്തുവിനെ അനുഭവിക്കുമ്പോഴുള്ള സന്തോഷം. പ്രിയം, മോദം, പ്രമോദം. ഈ 3 രൂപത്തിലാണ് ഈ ആനന്ദമയ കോശം ഇതിലിരിക്കുന്നത്. ഈ ആനന്ദമയ കോശമാണ് സുഷുപ്തി അവസ്ഥ. ഇത് മറ്റേ സ്ഥൂല ശരീരം, അതാണ് അന്നമയ കോശം. ഇത് ഈ പറയുന്ന 5 കോശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അതിൽ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ആത്മാവിനെ മറച്ചിരിക്കുക. ആത്മാവിനെ പൂർണ്ണമായും മറച്ചിരിക്കുക. അതുകൊണ്ടാണ് ആത്മാവിനെ അറിയാനൊക്കാത്തത്. താൻ ആത്മാവാണെന്ന് ഉള്ളതാണ് പരമാർത്ഥം. പക്ഷെ താൻ ഈ ദേഹം, ഈ കാണുന്ന ഉറകളിൽ അഭിമാനിക്കുക. സ്ഥൂല ശരീരമാണ്, അതാണ് അന്നമയ കോശമാണ് ആത്മാ. ഇങ്ങനെ 5 മതക്കാരിതിലുണ്ട്. മതക്കാരെന്ന് വെച്ചാൽ പൂർവപക്ഷികളെന്നാണ് അവരുടെ പേര്. ഈ കാണുന്ന ഈ ദേഹമാണ് ആത്മാ എന്ന് പറയുന്നവരെയാണ് ചാർവാകന്മാരെന്ന് പറയുന്നത്. അവരൊരു മത അനുസാരികളാണ്. അവർ പറയുന്നത് അതൊന്നുമല്ല, ഈ ശരീരം തന്നെയാണ് ആത്മാ, വേറെ ഒന്നുമില്ല. ഒരു ചിലർ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആ പ്രാണമയ കോശമാണ് ആത്മാവെന്ന് പറയുന്നവരാണ്. അത് പറയാൻ കാരണം എന്താണ്? പ്രാണനില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഒരു നിമിഷമെങ്കിലും പ്രാണൻ എടുക്കാതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രാണനാണ് പ്രാധാന്യം, പ്രാണനാണ് വാസ്തവത്തിൽ ആത്മ. അങ്ങനെ പറയുന്ന മതവാദികളുണ്ട്. അത് കഴിഞ്ഞ് മനോമയ കോശമാണ് ആത്മാ എന്ന് പറയുന്ന വേറൊരു കൂട്ടരുണ്ട്. അവര് ഈ പറഞ്ഞ മനസ്സാണ് ആത്മ. അങ്ങനെയുള്ളവരാണ് ഏറിയ പങ്ക്. മനസ്സിൽ തോന്നുകയും ചെയ്യണം. മനസ്സാണ്, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും, അത് വേറെ ഒന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട്. ഇനി വിജ്ഞാനമയ കോശമാണ് ആത്മ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ആത്മ. ഇതിനെല്ലാത്തിനെയും സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബുദ്ധിയാണ് ആത്മ എന്ന് പറയുന്ന കൂട്ടരുണ്ട്. ഇനി എല്ലാത്തിനും മേളിലാണ് ആനന്ദമയ കോശമാണ് ആത്മ. ഈ പ്രിയമോദ പ്രമോദ രൂപമായി വരുന്ന ഈ കോശം, ഇതാണ് ആത്മാ എന്ന് പറയുന്നവരുണ്ട്. ഇതിനെല്ലാം കൂടെ ശങ്കര ഭഗവത്പാദർ ഒരൊറ്റ പദ്യം കൊണ്ട് ഖണ്ഡിച്ചു. ആ പദ്യമാണ്: ദേഹം പ്രാണം അഭീന്ദ്രിയാണ്യ അഭിചലാം ബുദ്ധിഞ്ച ശൂന്യം വിദു സ്ത്രീ ബാലാന്ത ജഡോപമസ്ത്വഹമിതി ഭാന്താപൃശ്യംവാദിന മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമൈതം ശ്രീ ദക്ഷിണാമൂർത്തേ. അതായത് പറയുന്ന വേറൊന്നുമില്ല, ദേഹമാണ് ആത്മാ, പ്രാണനാണ് ആത്മാ, ഇന്ദ്രിയങ്ങളാണ് ആത്മാ, അഭിചലം മനസ്സാണ് ആത്മാ, ബുദ്ധിയാണ് ആത്മാ. ഇങ്ങനെ പറയുന്ന കുറെ കൂട്ടർ ഇതിലുണ്ട്. അവരെല്ലാം ആരോട് ഉപമിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീ ബാലാന്ധ ജഡോപം സ്തോഹമി. സ്ത്രീകളോടും ബാലന്മാരോടും അന്ധന്മാരോടും ജഡന്മാരോടും, ജഡൻ വെച്ചാൽ ഈ ബുദ്ധിയില്ലാത്ത ജഡന്മാർ, സ്വഹവിധി ഞാനെന്ന് പറയുന്നവരോടും ഒക്കെ ഉപമിച്ചിരിക്കുക, അഹങ്കാരികളോട് ഉപമിച്ചിരിക്കുക. വാസ്തവത്തിൽ ഇതെല്ലാം അറിവില്ലാത്തത് കൊണ്ട് തോന്നുന്ന വെറും കാര്യങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ ഇതൊന്നും ആത്മാവല്ല.
ഇതെല്ലാം ഇതെങ്ങനെ ഇത് തോന്നുന്നു ചോദിച്ചിട്ട് സ്വാമി പറഞ്ഞു, മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹ സംഹാരിന്. ഇത് മായാശക്തി കൊണ്ട് നമുക്കൊരു ഭ്രമം കൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ്മ ഇത് അങ്ങനെയുണ്ട്. ആ ദക്ഷിണാമൂർത്തിയെ പുകഴ്ത്തി സ്തുതിച്ചിരിക്കുകയാണ് ഈ പദ്ധതി. ശങ്കരഭഗവത്പാദരുടേതാണ് ഈ പദ്ധതി. സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീകളെ അല്ല, പുരുഷന്മാരും പുരുഷന്മാരും അല്ല, നമ്മളെല്ലാവരും അങ്ങനെ പറയണമെങ്കിൽ സ്ത്രീകളാണ്. മനസ്സ് ചഞ്ചലപ്പെടുന്നവരെയാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ മനസ്സ് ചാഞ്ചല്യം ഇല്ലെങ്കിൽ അവർ സ്ത്രീയല്ല. പുരുഷന് പോലും സ്ത്രീകളുണ്ട്, മനഃശാഞ്ചല്യം ഉണ്ടെങ്കിൽ അവരും സ്ത്രീകളാണ്. സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സിന് ഒരു സ്റ്റേണിറ്റി ഇല്ല, ഒരു ചാഞ്ചല്യമുള്ള മനസ്സ്. ഇതിനെയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീ ബാല അതിലോ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ സ്വാമി ഗുരുദേവനെ ആക്ഷേപിച്ചില്ല, ആരെയും ആക്ഷേപിക്കില്ല. സ്ത്രീ ബാല അന്ധ ജഡ, ബാലന്മാരെ പോലെ, കൊച്ചു പിള്ളേരെ പോലെയാണ് അവർ, അന്ധന്മാരെ പോലെയാണ്, കണ്ടുകൂടാത്തവന്മാരെ പോലെയാണ്. അവർ പറയുന്ന വെറും ജ്വൽപ്പനങ്ങളാണ്. ഈ ദേഹമാണ് ആത്മാ, പ്രാണനാണ് ആത്മാ, മനസ്സാണ് ആത്മാ, ബുദ്ധിയാണ് ആത്മാ എന്ന് പറയുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയല്ല, ഇതൊന്നും ആത്മാവല്ല. ഇവിടെ പറയുന്നതാണ് ഈ കോശങ്ങളാണ്. ഇത് കോശങ്ങളാണ്. ഈ കോശങ്ങൾ അകത്തിരിക്കുന്നതിനെ മറയ്ക്കുന്ന രൂപത്തിൽ ഇരിക്കുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ കോശങ്ങൾക്ക് യാതൊരു പ്രാബല്യവും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒരു ഉപായത്തിന് പറഞ്ഞു, ഈ കോശങ്ങൾ മാറ്റി 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 അതിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിഞ്ഞുകൊള്ളണം. വേദം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കോശങ്ങളെ മാറ്റാൻ ഇവിടെ ചാക്ക് എടുത്ത് മാറ്റുന്ന പോലെ മാറ്റുകയല്ല ചെയ്യുന്നത്. കേവലം വിവേകം കൊണ്ട് തന്നെ ഈ കോശങ്ങൾ നിരാകരിക്കപ്പെട്ട് താൻ ആത്മസ്വരൂപമാകുന്ന അനുഭവം ഇതിൽ പ്രത്യക്ഷമാകുന്നു. അതിനെടുക്കുന്ന സമയം വേറൊന്നുമല്ല, നമുക്ക് വരുന്ന വിവേകവും നമുക്ക് വരുന്ന പാകതയും. ഒരു കാര്യത്തിൻ്റെ ലബ്ധിക്ക് എന്തൊക്കെ വേണം, അതിനോട് താല്പര്യം വേണം, ഇത് കിട്ടണമെന്നുള്ള ആഗ്രഹം വേണം. ഇപ്പം നമ്മൾ ലോകത്തിലെ ഏത് വസ്തു നേടിയെടുക്കണമെങ്കിലും അത് ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നത്, അല്ലേ? ഇവിടെ എങ്ങനെ തന്നെ ഈ മുക്തി എന്ന് പറയുന്നത് അതിനെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് കിട്ടണതാണ്. ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ മുക്തി കിട്ടുമോ? മതി എന്നുള്ള ഒരു തീരുമാനമാണ് അവർക്ക് മുമ്പേ വരുന്നത്. മതി എന്ന് വെച്ചാൽ ഈ പരിപാടി ഇങ്ങനെയുള്ള എത്ര ജന്മങ്ങളായിട്ട് ഈ ലോക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ജീവനെ ഞാൻ ദുഃഖിച്ച് കഴിയുന്ന ഈ ജീവൻ, എൻ്റെ ഉള്ളിലിരുന്ന് ദുഃഖിച്ച് കഴിയുന്ന ഈ ജീവനെ ഇനിയെങ്കിലും കരകയറ്റണം, എനിക്കിനി പറ്റൂല, മതി എന്ന് പറഞ്ഞ് തീരുമാനത്തോടു കൂടിയാണ് സന്യാസിമാരെ പൊട്ടിപ്പുറപ്പെടുന്നത്. അവരും ഇതെല്ലാം അനുഭവിച്ചവർ തന്നെ, നമ്മളെ പോലെ തന്നെ. ഒരമ്മയുടെ ഗർഭത്തിൽ ജനിച്ചു, അത് അനുഭവിക്കാനുള്ള മൊത്തം അനുഭവിച്ചു. വാർദ്ധക്യമൊക്കെ ആകുമ്പോഴേ മക്കള് തള്ളിപ്പറയുന്നു, പണമില്ലാത്തതിൻ്റെ വിഷമം, ശരീരത്തിലാണെങ്കിൽ 1000 വ്യാധികൾ, എല്ലാം കൊണ്ടും നരകമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം വാർദ്ധക്യത്തിലാണ്. അതുവരെ പോണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക വിഷയങ്ങളോടുള്ള ആ ഭ്രമം നീ മാറ്റിയാൽ, ഇതിന് മനസ്സ് ശുദ്ധമായാൽ ഈ പറയുന്ന ജ്ഞാനം നിനക്ക് അനുഭവവേദ്യമാവും. നിന്റെ മനസ്സിൽ അപാകത കൊണ്ടാണ് ഇത് അനുഭവവേദ്യമാവാത്ത. ഒന്നും നിനക്ക് താല്പര്യമില്ല. മുക്തി അടയണമെന്ന് പറഞ്ഞാൽ എന്തൊരു മുക്തി, ആർക്ക് മുക്തി എന്നെല്ലാം ഉള്ള കുതർക്കങ്ങളെ നീ ഉന്നയിക്കുന്നുണ്ട്. കാര്യം എന്താണ്? അഹങ്കാരം. നീ അഹങ്കാരം കണ്ടു, കുറച്ച് പണമുണ്ട്, കുറച്ച് ഭൂമിയുണ്ട്, നിനക്ക് എന്തൊക്കെയോ ഉണ്ട്, ഇച്ചിരി ആരോഗ്യം ഉണ്ടെന്ന് അതിൻ്റെ അഹങ്കാരം നീ കാണിക്കും. മനസ്സിലല്ലേ? ഇത് തീരും, ഇത് പെട്ടെന്ന് ഇല്ലാതായി പോകും. ബലൂണിൽ കാറ്റ് പോകുമ്പോഴാണ് പോണത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മഹത്വത്തിൽ പറഞ്ഞു, വിവേകത്തോടു കൂടി നീ ഇതിനെ സമീക്ഷിച്ചാൽ നിന്റെ മനസ്സ് പെട്ടെന്ന് പക്വമായിട്ട് ഈ ജ്ഞാനം അതിൽ ഫലിക്കും. മനസ്സിനെ പാകപ്പെടുത്താനാണ് വിഷയം ഈ വേദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനം ഉണ്ടാവണമെന്നല്ല, തന്റെ സ്വരൂപമായിട്ടിരിക്കുന്നു, അത് ഉണരാൻ പറ്റുന്നില്ല. കാരണം ഈ കോശങ്ങളിൽ അഭിമാനം കൊണ്ട് ഈ കോശങ്ങൾ പ്രാബല്യത്തിരിക്കുന്നു. ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന രൂപത്തിൽ ആത്മാവിപ്പം ഇരിക്കുക. കോശം പ്രബലമായപ്പോൾ അതിനകത്ത് അന്തര്യാമിയായിരിക്കുന്നു, അതിനകത്തിരിക്കുന്ന ആത്മാവ് അറിയപ്പെടാത്തവനായിരിക്കുകയാണ്. ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അറിയുന്നില്ല. എന്തെല്ലാം ചെയ്തു സ്വാമി പറഞ്ഞില്ല, ഞാൻ ചെയ്തു 108 പ്രാവശ്യം ഗുരുധാരയും ജപിച്ചു സ്വാമി, പക്ഷേ കിട്ടുന്നില്ല സ്വാമി. കാരണം ഗുരുധാരയും ജപിക്കലല്ല ഉദ്ദേശം, ലോകം പറ്റില്ലാതാക്കണം. ഗുരുധാരക എന്തിനാണ് ഉഷയെ ജപിക്കാൻ പറഞ്ഞത്?
അത്രയും സമയമെങ്കിലും നീ ലോക സംബന്ധമായ കാര്യങ്ങൾ മറന്നുകൊണ്ട് കുറച്ചു നേരം ഇരിക്കാൻ. കോവിലിൽ പോയി തൊഴണം എന്തിനാണ് ഞാൻ ചെയ്തത്? അവിടെ ഇരിക്കുന്ന ബിംബത്തിന് നോക്കി കുറച്ചു നേരം എല്ലാം മറന്ന് ഇരിക്കാനാണ്. എല്ലാം മറക്കുന്നതിനെയാണ് പോലും ഭക്തി എന്ന് പറയുന്നത്. മറന്നു നിന്ന് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കുട്ടികളെ പറ്റി ഓർമ്മിക്കാതെ, ധനത്തെ പറ്റി ഓർമ്മിക്കാതെ, സ്ഥാനമാനങ്ങളെ പറ്റി ഓർമ്മിക്കാതെ, ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഓരോ വിഷയത്തെ പിടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെല്ലാം വിട്ടുകൊണ്ട്, അതാണ് പറഞ്ഞത്, എല്ലാം വിവേക്ഷിച്ച് വിട്ടുകൊണ്ട്, ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് നീ ആയിട്ട് ഇരിക്കാൻ നിനക്ക് പറ്റുമോ കുറച്ചു നേരം? എങ്കിൽ ഈ അനുഭവം അതിൻ്റെ ഇമ്മീഡിയറ്റ് അനുഭവമാണ് ഈ പറയുന്നത്. അതിൻ്റെ ഇമ്മീഡിയറ്റ് അനുഭവമാണ് ഈ പറയുന്നത്. അല്ലാതെ ഇനി അങ്ങനെ ഇരുന്ന് കുറേ കാലം അങ്ങനെയൊന്നുമില്ല. ഇത് സദ്യോമുക്തിയെ പറ്റിയാണ് വേദം പ്രതിപാദിക്കുന്നത്. സദ്യം എന്ന് വെച്ചാൽ തക്ഷണ മുക്തി, അപ്പോഴ് ആ ക്ഷണം എന്നുള്ളതാണ്. അല്ലാതെ ഇനി എത്രയോ കാലം അങ്ങനെ ഇരുന്ന് പഴകുന്നല്ല. അങ്ങനെ ഇരുന്ന് പഴകുമ്പോൾ ഇത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് പാകപ്പെട്ടില്ല. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്, മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. അതിനെയാണ് പരിശോധിക്കാൻ പറഞ്ഞത്. ഈ പരിശോധന ചെയ്ത് പോണ്ട ഈ ലോകം വെറുതെ ഒരു സ്വപ്ന സന്നിഭമായിട്ട് ഇതിൽ തോന്നുന്നതാണെന്ന് വേദം പറഞ്ഞതിൻ്റെ ഉദ്ദേശം പരമാർത്ഥമാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ എന്തിനാണ് ഇത്രയും ശക്തിയായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നത്? ശരീരം തന്നിരിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരൻ അറിയാം ഈ ശരീരം എന്നുവരെ നിലനിൽക്കും അതുവരെയുള്ള എല്ലാ വേറും ഡയറും ഈശ്വരനാണ് നിർവഹിക്കുന്നത്. ലോകക്ഷേമം ഭവാമിയോ, ആർക്കും പട്ടിണിയോ ഒന്നും വരില്ലെന്നാണ് പറയുന്നത്. കാര്യം അവർ വന്നിരിക്കുന്ന മുക്തി അടയാനായിട്ട് വന്നിരിക്കുന്നു ഈ ജന്മം. എനിക്ക് അതിന് സംശയം ഉണ്ടാകും. മനുഷ്യനായി വരുന്നതിന് മുമ്പേ എത്രയോ ജന്മങ്ങളും താണ്ടി അതിൽ പല തിരിയക്കായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. മൃഗങ്ങളായിരുന്ന ജന്മങ്ങളുണ്ട് നമുക്ക്. അപ്പോഴാണ് ഭഗവാൻ എല്ലാം കൂടെ നോക്കിയ, എല്ലാം കൂടെ ആകെ തുക എല്ലാം കൂടെ കണക്കൂട്ടി. അവൻ ഒരല്പം വിവേകമൊക്കെ ഉണ്ട്. ശരിയെന്നാൽ മനുഷ്യജന്മം കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുത്തു. മുക്തി അടഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞ് വേദവും അദ്ദേഹത്തിന് ഇതിന് പുറകെ വിട്ടിരിക്കുക. ഈശ്വരൻ രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. ഒരു രൂപത്തിൽ ഈ സൃഷ്ടി ചെയ്തു, മറ്റേ രൂപത്തിൽ ഈ വിവേകം ഉണ്ടാക്കാനായിട്ട് ശാസ്ത്രങ്ങളും കൊടുത്തു, ശ്രുതികളാകനെയാണ് വന്നത്. ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ടാണ് ഒരാൾക്ക് വിവേകത്തോടുകൂടി നിന്ന് മുക്തി അടയാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ജീവിതത്തിലുള്ള സുഖം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഉഷ പറഞ്ഞു, ഈ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സുഖം ഉണ്ടാകണം എപ്പോഴാണ്? ഉറങ്ങുമ്പോഴല്ലേ. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എല്ലാം മറക്കുമ്പോഴാണ്. അല്ലെങ്കിൽ മക്കളെ പറ്റിയുള്ള ചിന്ത കൊണ്ട് ദുഃഖം, അല്ലേ? എല്ലാം കൊണ്ടും ദുഃഖം അല്ലാതെ വല്ലതും ഉണ്ടല്ലോ. എവിടെ നോക്കിയാലും ദുഃഖമാണെന്നുള്ളതാണ് വേദം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചതല്ല, ഇത് വേദത്തിൻ്റെ അസന്നിഗ്ധമായ നിഗമനങ്ങളാണ്. എന്തിനാണ് ഇതങ്ങ് വാർദ്ധക്യമാകുന്നവരെ കാത്തിരിക്കേണ്ട? ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ നീ ഇതിലേക്ക് പ്രവൃത്തിയെടുത്തോളാം. ആത്മസാക്ഷാത്കാരം, അതാണ് ഈശ്വരനെ അറിയില്ലെന്നാണ് വേറൊരു രൂപത്തിൽ. ആ ഈശ്വരനെ അറിഞ്ഞാൽ മതി. ഈശ്വരനെ അറിയാനായിട്ട് ഈശ്വരൻ മണ്ണ വല്ലതുമാണ്. അതാണ് നമ്മൾ അന്തര്യാമിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. ഇതിനറിയാൻ അശക്തരായ ആളുകൾക്കാണ് മറ്റു കാര്യങ്ങളൊക്കെ മഹത്തുക്കൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളാരും ചെയ്തതല്ല, അവരാണ് സങ്കല്പം ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നും. അപ്പോൾ അതിൽ നോക്കിക്കൊണ്ടെങ്കിലും കുറച്ചു നേരം എല്ലാം മറന്ന് കുറച്ച് നിൽക്കട്ടെ. അവൻ എല്ലാം മറക്കാനായിട്ട് ഇപ്പോൾ സുഷുപ്തി മാത്രമേ നമുക്കുള്ളൂ. ഉണർന്നിരിക്കുക മറക്കാൻ പറ്റുമോ? വിചാരിക്കും ഇവിടെ ഉണർന്നിരിക്കുക തന്നെ ഇതെല്ലാം മറന്ന് നിൽക്കുന്നതാണ് ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാം ഉണ്ട്. അതാണ് പറഞ്ഞത്, എല്ലാത്തിൻ്റെ മധ്യത്തിലാണ് ഇവർ ഉണർന്ന് നിൽക്കുന്നത്. അവിടുത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മുടെ പാർത്ഥൻ അർജുനനില്ലേ, അർജുനൻ നല്ലൊരു പുണ്യാത്മാവാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ സമീപത്തിൽ തന്നെ അദ്ദേഹത്തിന് വരാനും ആ കൂടെ നിൽക്കാനും ഒക്കെ പറ്റും. ഒരു ഈശ്വരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ജീവന് മുക്തി കൊടുക്കാനാണല്ലോ. ഇവിടെ അർജുനൻ എന്തുകൊണ്ട് ആദ്യം ആത്മോപദേശം ചെയ്തില്ല, ജ്ഞാനോപദേശം ചെയ്തില്ല? ആദ്യം
അർജുനനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വാ, ഭാരത യുദ്ധത്തിലെ നീയാണ് ഇതിൻ്റെ മെയിൻ ആളായിട്ട് നിൽക്കാനുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, പിന്നെ എനിക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ എതിർപക്ഷത്ത് നിൽക്കുന്നത് പ്രധാനമായിട്ട് എൻ്റെ പിതാമഹനാണ്, പിന്നെ എൻ്റെ സഹോദരനാണ്, കർണനൊക്കെ എൻ്റെ സഹോദരന്മാരാണ്, ദുര്യോധനാദികളെല്ലാം എൻ്റെ സഹോദരന്മാർ. അപ്പോൾ ഇവരെല്ലാം കൊല്ലേണ്ടി വരില്ലേ ഭഗവാനെ എന്ന് ചോദിച്ചു. ഭഗവാൻ അതിന് മറുപടി പറഞ്ഞില്ല, നീ യുദ്ധം ചെയ്യാൻ പറഞ്ഞു, കൊല്ലിയോ വിളിക്കുക അതൊന്നും ഇവിടെ പ്രശ്നമില്ല, നീ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അവിടെ എന്ത് ജ്ഞാനോപദേശം കൊടുത്തില്ല? കാരണം ജ്ഞാനോപദേശം ഫലിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആ മനസ്സ് പാകപ്പെടണം. അതിലെ ഈ ലോകം ദുഃഖപൂർണ്ണമാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാലേ ജ്ഞാനോപദേശം ഇതിൽ ഫലിക്കും. ഈശ്വരനെ ശരണാഗതി അടയുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ദുഃഖങ്ങൾ തനിക്ക് തന്നെ മാറ്റാൻ നിവൃത്തിയില്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ജീവൻ ഈശ്വരന് ശരണാഗതി ചെയ്യുന്നത്. ആ ഒരു ശരണാഗതിയാണ് ഇവിടെ നടക്കേണ്ടത്. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴും അർജുനൻ്റെ വിചാരം, അർജുനൻ്റെ മിടുക്കുകൊണ്ടാണ് ഭഗവാൻ തന്നെ പുകഴ്ത്തുകയും യുദ്ധത്തിൽ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്നൊക്കെ വിചാരിച്ച് കുറേ കാലം യുദ്ധം ചെയ്തു. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ അതിൽ കാണാം. അപ്പോൾ അർജുനൻ ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രാവശ്യം യുദ്ധത്തിലൊരു പരാജയം പോലെ വന്നു. അപ്പോൾ അർജുനൻ തിരിച്ചു വന്നു, യുദ്ധം ചെയ്തു, അവരെ തോൽപ്പിച്ചു. അങ്ങനെ ഇയാൾ സ്വയം വലിയ ആളാണെന്നൊരു ഭാവം വന്നു. ഒടുവിൽ ഭഗവാൻ അതല്ല, നിനക്കൊന്നും ഒന്നും സാധ്യമല്ലെന്ന് കാണിച്ചു കൊടുക്കണം. അതിലൊരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് ഒടുവിലാണ് കാണിച്ചു കൊടുത്തത്. അപ്പോഴാണ് ഗാന്ഡീവെല്ലാം വലിച്ചെറിഞ്ഞു. ഗാന്ഡീവ് എന്ന് വെച്ചാൽ അഹങ്കാരം, ഞാനൊരു ഭാവം, ഞാൻ വിചാരിച്ച എല്ലാം നടക്കും എന്നുള്ളൊരു വിചാരം, ഇത് എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞതിനാണ് ഗാന്ഡീവ് ഉപേക്ഷിച്ചതെന്ന് പറയുന്നത്. ഭഗവാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും ദ്വാരക വെള്ളത്തിൽ മുങ്ങും, ഞാനിപ്പോൾ ഉടനെ തന്നെ പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് നീ ചെയ്യാനുള്ളത് ഈ സ്ത്രീകളെല്ലാം നീ അവിടെ സുരക്ഷിതമായി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പോണ വഴിയിലാണ് സംഭവം നടക്കുന്നത്. ഭഗവാന്റെ അസാന്നിധ്യം. പോകുന്ന വഴിയിലാണ് ഈ മറ്റാൾക്കാരൊക്കെ ആക്രമിക്കാനൊക്കെ വന്നപ്പോൾ അർജുനൻ ഇവരെല്ലാം എതിർത്ത് നിൽക്കാൻ നോക്കിയപ്പോൾ അർജുനന് മനസ്സിലായി, തനിക്ക് ഒരു കഴിവില്ല, തനിക്ക് പറ്റുന്നില്ല. ആ ഗാന്ഡീവം കൊണ്ടാണല്ലോ പലതും ചെയ്തിരുന്നത്, അതെല്ലാം സാധിക്കില്ല എന്നപ്പോൾ ആ ഗാന്ഡീവം എടുത്ത് ദൂരെ എറിഞ്ഞതാണ്. കാരണം എൻ്റെ കൂടെ നിന്ന ഈശ്വരൻ്റെ ഒരു ശക്തിയാണത്. തനിക്ക് ഒരു ശക്തിയില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോഴാണ് ഈ ജ്ഞാനോപദേശം ഫലിക്കാൻ ആരംഭിച്ചു. ഇത് എന്നേ കൊടുത്തതാണ് ഈ ജ്ഞാനോപദേശം. അവിടെ യുദ്ധത്തിൻ്റെ മധ്യത്തിലാണ് ഗീതോപദേശം ചെയ്യണം, അതാണ് ജ്ഞാനോപദേശം. യുദ്ധം ചെയ്യുന്ന ഒരു വശത്തൂടെ ഇതിനിടയ്ക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാർത്ഥന്. ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ വിവേകം ഇതിൽ വന്ന് തനിക്കൊരു എന്തു പറയും, ഒരു പരിവർത്തനം ഇതിൽ വരണം. താനും എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ വാസനാഗതമായി എന്തൊക്കെയോ കുറച്ചറിയാവുന്ന രൂപത്തിൽ എന്തൊക്കെയോ ആയിട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തച്ചുടച്ചതിന് ശേഷം ഞാനും ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. എവിടെ നോക്കിയാലും ഇത് കാണാൻ സാധിക്കും. അതല്ലാതെ വെറുതെ ഒരു ഉപദേശം കൊണ്ട് ഞാനും ആർക്കും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിവിടെ ഈ സ്വാമി ഇതെന്താണ് എഴുതി വെച്ചിരുന്നത്, ഇതിൻ്റെ വിവേകം നമുക്ക് ഉണ്ടാവണം, ഉണ്ടായേ പറ്റുള്ളൂ. സ്വയമായി ഈ സാക്ഷാത്കാര ജ്ഞാനം ഉണ്ടാക്കാനുള്ള ബുദ്ധിയോ ശക്തിയോ ലോകത്തിൽ ഒരു മനുഷ്യർക്ക് കൊടുത്തിട്ടില്ല. ഇത് കംപ്ലീറ്റ് ഈശ്വരൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് ഇപ്പോഴും. നമ്മുടെ ആ ഈശ്വരനെ ശരണം പ്രാപിച്ച്, അതന്നെ വേദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. വേദം എന്ന് പറയുന്നില്ലേ, അത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. നമ്മളിതിപ്പോൾ ഗ്രന്ഥമായിട്ട് കാണുന്നെങ്കിലും ഇതിനകത്തുകൂടെ ആ ഈശ്വരൻ നമ്മൾ ഉപദേശിച്ചിരിക്കുകയാണെന്നോട് മനസ്സിലാക്കുക. ഇങ്ങനെ കേട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പുണ്യവശാൽ ഇയാൾക്ക് ഇതിൽ ഒന്ന് സ്ട്രൈക്ക് ആയാൽ, ആ പ്രതിഭിഞ്ഞ ഉണ്ടായാലെന്ന് എനിക്ക് പറയണം. വലിച്ചു, അപ്പോൾ തന്നെ ആ ജ്ഞാനം അവിടെ വലിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെയാണ് ഈ 5 കോശങ്ങളാണ് ആത്മാവിനെ മറച്ചിരിക്കുന്ന ഉറകളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ 5 ഉറകളെയും പിൻവലിക്കാം. അതിനിവിടെ പിൻവലിക്കാനായിട്ട് പറയുമ്പോൾ നമുക്ക് വാളിൻ്റെതാണെങ്കിൽ ഓരോരോ ഉറയായിട്ട് എടുത്ത് കളയാമായിരുന്നു. ഇവിടെ അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ആ വിവേകത്തെ ഇവിടെ പറയുക. അപ്പം എങ്ങനെയാണ് ഈ കോശങ്ങളിരിക്കുന്ന അന്നത്തിൻ്റെ വികാരമാണ് അന്നമയ കോശം. ഇതിനാണ് പറയാൻ കാരണം
അന്നം കൊണ്ടാണ് ഈ ശരീരം ഉണ്ടായത്. അന്നമില്ലെങ്കിൽ ഈ ശരീരം ഇല്ലാതെ തീർന്നു, ഇല്ലാതെ നശിച്ചു പോകും. അതുകൊണ്ട് അവർ പറഞ്ഞു അന്നമാണ് ഈ ശരീരം, ശരീരം അന്നമാണ്. രണ്ടാമത്തെ കോശമാണ് പ്രാണമയ കോശം. ഈ പ്രാണനും ഈ 5 കർമ്മേന്ദ്രിയങ്ങളും കൂടെ ചേർന്നിരിക്കുന്ന ഒരു എന്ത് പറഞ്ഞത് പ്രാണമയ കോശം. മനോമയ കോശം എന്ന് വെച്ചാൽ ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ കലർന്നിരിക്കുന്നതാണ്. വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ ഈ 5 ഇന്ദ്രിയങ്ങളും ബുദ്ധിയും കൂടെ കലർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ക്ലാസ് വ്യത്യാസമുണ്ട്. സ്വാമി പറയും ഈ മനോമയ കോശത്തില് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമായിട്ടാണ് നിൽക്കുന്നത്. വിജ്ഞാനമയ കോശത്തിൽ ഈ ഇന്ദ്രിയങ്ങളെല്ലാം അന്തർമുഖമായിട്ട് നിൽക്കുക, തിരിഞ്ഞു നിൽക്കുക. ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് എന്നാണ്. വെളിനോട്ടത്തിലാണ് മനോമയ കോശം ഇരിക്കുന്നതെങ്കിൽ അകനോട്ടത്തിലാണ് വിജ്ഞാനമയ കോശം ഇരിക്കുന്നത്. അതുകൊണ്ട് വിജ്ഞാനമയ കോശമെല്ലാം കുറച്ച് ഡിവൈൻ നേച്ചർ ഉള്ളതാണ്. വാസ്തവത്തിൽ ഈ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഇതിനെ ശോധന ചെയ്യുന്നത്. അവിടെ ബുദ്ധി ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾനോട്ടമാണ്, വെളിനോട്ടം പോയി വെളിയിലേക്ക് നോക്കൂല. പിന്നെ നമ്മളിൽ വരുന്ന പരിവർത്തനമാണ് പറയുന്നത്. ഈ ലോകത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, അത് മാറി അവർ തന്നിലേക്ക് നോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർ പറയാം അന്തർമുഖികളാണ്. അവർ അന്തർമുഖപ്പെട്ടു പോയി. അവർ പോലും അറിയണില്ല അന്തർമുഖം എങ്ങനെ വന്നു. ഈ ലോകക്കാര്യങ്ങളിൽ അവർക്ക് ഒരു പ്രാധാന്യവും ഇല്ല. പറഞ്ഞു അവർ സിനിമ നടക്കുന്നു പോകണം, അവർക്കൊരു താല്പര്യമില്ല. അവിടെ ഒരു സർക്കസ് നടക്കുന്നു, എന്തോന്ന് എന്തിരിക്കുന്ന കാര്യം. അപ്പം ഈ രൂപത്തിൽ ക്ഷീണിച്ചവരുണ്ട്. അതാണ് ലോക വിഷയങ്ങളിൽ ക്ഷീണിച്ച മനസ്സുള്ളവരും ഈ ലോക വിഷയങ്ങളിൽ ക്ഷീണിക്കാത്ത മനസ്സുള്ളവരും 2 കൂട്ടരാണ്. ഈ ക്ഷീണിച്ച മനസ്സുള്ളവരാണ് ഇതിനധികം. മനസ്സിലായി? ആനന്ദമയ കോശത്തെ പറ്റി പറയുമ്പോൾ പ്രിയം, മോദം, പ്രമോദം എന്നുള്ള 3 കാര്യങ്ങളാണ്. ഇതാണ് ആനന്ദമയ കോശം. അതിൽ പ്രിയവസ്തുവിൻ്റെ അതിന് കണ്ടാലുള്ള സന്തോഷമാണ് പ്രിയം. ഇപ്പോൾ മകനെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം അത് പ്രിയമാണ്. അത് പിന്നീട് കിട്ടിയപ്പോഴുള്ള സന്തോഷം മോദം, അനുഭവിക്കുമ്പോഴുള്ള സന്തോഷം പ്രമോദം. ഈ രൂപത്തിലാണ് ആനന്ദമയ കോശം ഇരിക്കുന്നത്. സ്വാമി തന്നെ പറയുന്നുണ്ട്. ഇതിനെ കോശമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ കത്തിയെ ഉറയും ശിവലിംഗ വിഗ്രഹം മുതലായവയെ ചമ്പടവും മാമ്പഴത്തെ തോലും മറയ്ക്കുന്നത് പോലെ പഞ്ചകോശങ്ങളും ആത്മാവിനെ മറച്ചു കളയുന്നു. ആകയാൽ അതിനെ കോശമെന്ന് പേര് വന്നു. എന്നാൽ കത്തിയും ഉറയും വെവ്വേറെയായി ആയിട്ടാണ് ഇരിക്കുന്നത്. ആത്മാവിന് അന്യമായി പഞ്ചകോശങ്ങൾക്ക് ഇരിപ്പില്ലാത്തതിനാലും ഉറ മുതലായവയ്ക്കും കോശങ്ങൾക്കും ഭേദം ഇരിക്കുന്നതിനാലും അവയ്ക്ക് ആത്മാവിനെ മറയ്ക്കാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടാകുമെന്നാണെങ്കിൽ ആദിത്യകിരണ പരിണാമ വിശേഷത്തിനാൽ ഉണ്ടാകുന്ന മേഘത്തിന് ആദിത്യന്റെ ഇരിപ്പല്ലാതെ വേറെ ഇല്ല. അങ്ങനെ ഇരുന്നാലും ആ മേഘം ആദിത്യനെ എങ്ങനെ മറയ്ക്കുന്നുവോ, അഗ്നി അനുസരിച്ചിരിക്കുന്ന പുകയ്ക്ക് അഗ്നി കൂടാതെ വേറെ ഇരിപ്പില്ലാതിരുന്നാലും ആ പുക അഗ്നിയെ എങ്ങനെ മറയ്ക്കുന്നുവോ, അങ്ങനെ ആത്മാവിന്റെ ഇരിപ്പ് തന്നെ ഇരിപ്പായിരിക്കുന്ന കോശങ്ങൾ ആത്മാവിനെ മറയ്ക്കുന്നു. ഇങ്ങനെയാണ് ഇത് മറയ്ക്കുന്നത്. നമുക്കറിയാം, സൂര്യന്റെ താപം കൊണ്ടാണ് കടൽ ജലം അല്ലെങ്കിൽ ജലം പാവിയായിട്ട് നീരാവിയായിട്ട് പോയി കാർമേഘമാകുന്നത് അല്ലേ? സൂര്യൻ തന്നെയാണ്. സൂര്യൻ ഇല്ലെങ്കിൽ അങ്ങനെ വരെയില്ല. പക്ഷെ ആ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ആ കാർമേഘം സൂര്യനെ മറക്കുകയില്ല. അതുപോലെ അഗ്നിയിൽ നിന്നുണ്ടാകുന്ന പുക, വാസ്തവത്തിൽ അഗ്നിയിൽ നിന്നുണ്ടാകുന്ന പുക അഗ്നിയെ മറക്കുകയാണ്. ഇതുപോലെയാണ് ആത്മാവിന്റെ ഇരിപ്പ് തന്നെ ഇരിപ്പായിരിക്കുന്ന കോശങ്ങൾ ആത്മാവിനെ മറയ്ക്കുന്നു. ഇങ്ങനെയാണ് മറയ്ക്കുന്നത്. വാസ്തവത്തിൽ ആത്മാവിന്റെ ഇരിപ്പ് തന്നെയാണ് ഈ കോശങ്ങളുടെ ഇരിപ്പ്. എന്നാലും ഈ രൂപത്തിൽ ആത്മാവിനെ മറയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. കത്തി മുതലായവകളും ഉറ മുതലായവകളും കത്തി മുതലായവകളായി ഒന്നുപോലെ വ്യവഹരിക്കപ്പെട്ടാലും കത്തി മുതലായവകൾ ഉറ മുതലായവ വേറെയായവകളാണ്.
അതുപോലെ ആത്മാ പഞ്ചകോശങ്ങൾക്ക് വേറായവൻ അല്ലാത്തതുപോലെ വ്യവഹരിക്കപ്പെട്ടാലും വേറായവൻ തന്നെ. ആത്മാവും കോശവും ഒന്നായി വ്യവഹരിക്കുന്നതിനാൽ ഒന്നിനൊന്ന് സംബന്ധം ഇരിക്കുന്നു എന്നേ പറയേണ്ടതായിരിക്കെ ആത്മാവ് ഒന്നിൽ സംബന്ധം ഇല്ലാത്ത നിരഞ്ജനെന്ന് എങ്ങനെ പറയാമെന്നാൽ സംബന്ധം 3 വിധം പറയണം. എങ്ങനെയാണ് ഈ ആത്മാവിനും ഈ ഉറയ്ക്കും ഈ കോശങ്ങൾക്കും തമ്മിലുള്ള സംബന്ധം? യഥാർത്ഥത്തിൽ എന്താണ്, എങ്ങനെയുള്ള സംബന്ധമാണ് ഇതിന് ഉള്ളതെന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു പുകയ്ക്കും അഗ്നിക്കും പുകയ്ക്കും എങ്ങനെയുള്ള സംബന്ധമാണ്? കാരണം ആ അഗ്നിയിൽ നിന്നുണ്ടായ പുക തന്നെ അഗ്നിയെ മറയ്ക്കുകയാണ്. ആദ്യത്തിൽ നിന്നുണ്ടായ മേഘം തന്നെയാണ് ആദ്യത്തിനെ മറയ്ക്കുന്നത്. ഈ രൂപത്തിലാണ് ഇതിനെ മറയ്ക്കുന്നത് കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാസ്തവത്തിൽ ഈ കോശങ്ങളുടെ ഇരുപ്പ്, ആത്മാവാണ് കോശങ്ങളുടെ ഇരുപ്പായിട്ടിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെ മറയ്ക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ സംബന്ധത്തെ പറയണം. 3 സംബന്ധം. തർക്ക സിദ്ധാന്തത്തിൽ സമവായ സംബന്ധം, സംയോഗ സംബന്ധം എന്ന് 2 വിധം. അവയവത്തിനും അവയവമുള്ളവനും ഗുണത്തിനും ഗുണമുള്ളവനും ക്രിയയ്ക്കും ക്രിയയുള്ളവനും ജാതിക്കും ദേഹത്തിനും വിശേഷണത്തിനും നിത്യദ്രവ്യത്തിനുമുള്ള സംബന്ധം ഏതോ അതാണ് സമവായ സംബന്ധം. അവയവമുള്ളവൻ മുതലായ ഒത്ത സംബന്ധം ഇല്ലാത്തതിനാലേ സമവായ സംബന്ധം ചൊല്ലക്കൂടാതെ. എന്നാൽ പേരിക്കും ദണ്ഡത്തിനും പോലെ സംയോഗ സംബന്ധം ഇരിക്കുന്നു എന്നാണെങ്കിൽ ആത്മാവ് ദ്രവ്യമല്ല, പഞ്ചകോശഭൂതങ്ങൾ ചേർന്ന വസ്തുവുമല്ല, ആകയാൽ സംയോഗ സംബന്ധമില്ല. എന്നാൽ ആത്മാവിനും കോശത്തിന് എങ്ങനെയുള്ള സംബന്ധം എന്നാണ് ഉള്ളതെന്ന് ആണെങ്കിൽ കയറിനും പാമ്പിനും കുത്തിച്ചിപ്പിക്കും വെള്ളിക്കും കല്ലിനും കള്ളനും ആകാശത്തിനും വർണ്ണത്തിനും പോലെ അധ്യാസ സംബന്ധമാണ് ഉള്ളത്. ഈ അധ്യാസ സംബന്ധം ഇത് അതിലും അത് ഇതിലുമാണോ അല്ലെങ്കിൽ ഒന്നിൽ മറ്റൊന്നോ എന്നാണെങ്കിൽ അഹങ്കാരവും ആത്മാവും ചേർന്ന് ഒരേ ശബ്ദത്തിന് വിഷയമായി ഇരിപ്പതിനാൽ ഇത് ഒന്നിനൊന്ന് അധ്യാസമാണ്. ഇത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ല, ഇതിൻ്റെ ഈ ആത്മാവിനും ഇതിനെ അനാത്മാവെന്നാണ് പറയുന്നത്. കോശങ്ങൾ അനാത്മാവെന്നാണ് പറയുന്നത്. ഇത് തങ്ങളിലുള്ള സംബന്ധം എങ്ങനെയുള്ള സംബന്ധം എന്ന് ചോദിച്ചാൽ അധ്യാസ സംബന്ധമാണ്. എങ്ങനെയാ വെച്ചാൽ കയറിനും പാമ്പിനുമായിട്ടുള്ള സംബന്ധം പോലെ, മുത്തുച്ചിപ്പിക്കും വെള്ളിക്കുമുള്ള സംബന്ധം പോലെ. മുത്തുച്ചിപ്പിയിൽ വെള്ളി തോന്നും, സൂര്യപ്രകാശത്തിൽ മുത്തുച്ചിപ്പിയിൽ വെള്ളി തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ വെള്ളി അതിലില്ല, ഒരു തോന്നലാണ്. പക്ഷെ വെള്ളിക്ക് മുത്തുച്ചിപ്പിക്കായിട്ട് എങ്ങനെ സംബന്ധം? അതൊരു തോന്നലായിട്ടുള്ള സംഭവമാണ്, വാസ്തവത്തിലില്ല, ഒരു തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ കയറിനും പാമ്പിനും, പാമ്പ് വാസ്തവത്തിൽ കയറിലില്ല, പക്ഷെ മന്ദാന്ത കാര്യത്തിൽ ഒരു പാമ്പ് തോന്നുകയാണ് ആ കയറിൽ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ആത്മാവിനും ഈ അനാത്മ വിഷയങ്ങൾക്കുമായുള്ള സംബന്ധം. അതുകൊണ്ടാണ് ആത്മാവിൽ ഒരു തോന്നലാണ് ഈ ഭൂതഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്. തോന്നലെന്ന് വെച്ചാൽ അർത്ഥം എന്തിനാണ്? വാസ്തവമല്ലാത്തതാണ്. കയറിൽ പാമ്പ് തോന്നി എന്ന് പറഞ്ഞാൽ വാസ്തവമല്ലാത്ത ഒന്നിനെ തോന്നുകയാണ്, ആരോപിച്ച് കാണുകയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്തിൽ ഇത് എന്തിനാണെന്നുള്ള ഒരു വ്യക്തമാവാതെ വന്നപ്പോൾ പാമ്പെന്നൊരു അധ്യാസം, പാമ്പെന്നൊരു ആരോപണം ഏർപ്പെടുക. വാസ്തവത്തിൽ കയറാണ്. കയറിനെ അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? മന്ദാന്തകാരം. അതിന് വ്യക്തമായിട്ട് കയറിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് അതിൽ തോന്നിയ ഒരു ആരോപമായിട്ടാണ് പാമ്പ്. ഇതുപോലെ ആത്മാവിൽ തൻ്റെ ആത്മസ്വരൂപത്തെ ഉണരാൻ സാധിക്കാത്തതുകൊണ്ട് തോന്നിയിരിക്കുന്നതാണ് ഇത്, ഈ ഭൂതഭൗതിക പ്രപഞ്ചം. ഇതാണ് ശ്രുതിയുടെ ന്യായമാണിത്. നമുക്കത് അംഗീകരിക്കുകയോ അംഗീകരിക്കുന്നില്ലയോ അതിനുള്ള നമ്മളുടെ മെച്യൂരിറ്റിയാണ്, നമ്മളുടെ വേറൊന്നുമല്ല, നമ്മളുടെ ഉയർവാണ്. ചിലപ്പോൾ തർക്കിക്കാം. അങ്ങനെയാണല്ലോ പലരും താർക്കികന്മാരെ, പൂർവക്ഷികൾ താർക്കികന്മാരാണ്. തർക്കിക്കട്ടെ, പക്ഷെ അവനും ഒരു ദിവസം ഈ പറഞ്ഞതിനെ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ അംഗീകരിക്കുന്ന ആ ദിവസമാണ് ഇതിൻ്റെ അനുഭവം വരാൻ പോകുന്നത്. മറ്റേ അങ്ങനെയല്ല, അതെങ്ങനെ സ്വാമി, അത് ശരിയാവില്ല സ്വാമി, ഇങ്ങനെ പറഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ. ഇതാണ് പരമാർത്ഥം. അപ്പോൾ ഈ ലോക വിഷയങ്ങളെല്ലാം ആത്മാവിൽ തോന്നിയ, കയറിൽ തോന്നിയ പാമ്പ് പോലെ ഇല്ലാത്തതാണ്, മുത്തുച്ചിപ്പിൽ തോന്നിയ വെള്ളി പോലെ ഇല്ലാത്തതാണ്, ആകാശത്തിൽ തോന്നിയ നീലവർണ്ണം പോലെ ഇല്ലാത്തതാണ്.
ആകാശത്തിലെ ഉഷയെ നമ്മൾ നോക്കിയാൽ നീല കാണുന്നില്ല. ഈ നീല ആകാശത്തിലുണ്ടോ? ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടുന്ന് സഞ്ചരിച്ച് പോവാമെങ്കിൽ ഇത് ഇത്ര ദൂരം പോയാലും ആ നീല ദൂരമായിട്ട് കാണും. പക്ഷെ നീല അല്ല, ആകാശത്തിന് നില കറുപ്പാണ്. പക്ഷെ നീലം ഒരു തോന്നലാണ്, ഇതൊരു ഭ്രമയാണ്. നമുക്ക് അങ്ങനെയല്ലേ പ്രതീതമാവുന്നത്, ഇല്ലേ? അതുകൊണ്ട് അവർ പറയുന്നു ഇതൊരു തോന്നലാണ്. സർവ്വതും ഈ ആത്മാവിൽ തോന്നിയിരിക്കുന്ന ഭ്രമമാണ്. ഇതാണ് വേദത്തിൻ്റെ അസന്നിഗ്ധമായ അഭിപ്രായം. ഇതറിഞ്ഞൊരു ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ജീവൻ ഈ എല്ലാം അതും ഇതും വിട്ട് യഥാർത്ഥ രൂപത്തിൽ അങ്ങനെ ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ ഈ സാക്ഷാത്കാരം അതിലുണ്ടാവും. സാക്ഷാത്കാരത്തിന് തടസ്സം അതൊന്നും ഇതൊന്നും ഉള്ളതാണ്. അതും ഇതുമല്ല സദർത്ഥമല്ലഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനാണ് സത് അസതി പ്രതിപത്തിയറ്റ് സത്തോമിതി ഇതുവായി അമൃതായി അമർന്നിടേണം. ഇത് ഗുരുദേവന്റെ ഒരു പദ്യമാണ്, ശ്രീനാരായണ ഗുരുദേവൻ. സത്തോ, അതാണ് ഓം എന്ന് പറയുന്നത്. അതുമല്ല ഇതുമല്ല, ഇതിന്റെ മദ്യം. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന നിലയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന ആ ജീവന് ഈ ശാസ്ത്രത്തിന്റെ വിവേകവും കൂടെ ചേർന്നാൽ ജ്ഞാനമായി. ജ്ഞാനം വെറും ഇരിപ്പിൽ ജ്ഞാനം വരില്ല, ശ്രുതിയുടെ സഹായം കൂടെ വേണം. ശ്രുതിയാണ് ഇതിനെ, ആ പ്രതിഭിജ്ഞ ഉണ്ടാക്കുന്നത് ശ്രുതിയാണ്. മനസ്സിലായില്ലേ? ഇതിന് എത്ര കാലം ഇരിക്കാൻ വേണം, അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവണമെന്നില്ല. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ശാസ്ത്ര നിശ്ചയം കൂടെ ഇതിൽ വരണം. ശാസ്ത്രങ്ങൾ ഇതിനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള പ്രതിഭിജ്ഞ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിന് ജ്ഞാനം വലിക്കുന്നത്. ജ്ഞാനം വലിച്ചിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യമാണ്. നമ്മൾ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട് നിറഞ്ഞു. ഒരു സ്വാമി പറഞ്ഞിട്ട് ഒരാള് ഒരു ജന്മം എത്ര കരി, ഒരു 50 ടൺ അരി, ഒരു 25 ടൺ ഗോതമ്പ്, പിന്നെ എത്രയോ കിലോ പച്ചക്കറികൾ തിന്നു കൂട്ടാനാണ് വന്നിരിക്കുന്നത്. സ്വാമി ചോദിക്കുന്നത് അതിനാണോ വന്നിരിക്കുന്നത്? പറഞ്ഞതിൻ്റെ അർത്ഥം പറയുന്നില്ല. ഇത് ഈ ശരീരം, ഈ തടി എങ്ങനെയെങ്കിലും ഒന്ന് സംരക്ഷിച്ച് നിർത്തി ആത്മസംസ്കാരം ചെയ്യണം, അതിനാണ് വന്നിരിക്കുന്നത് പോലും. ഈ ആത്മസംസ്കാരമാണ് എന്തൊരു അങ്ങനെയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പാടാണ്. അതുകൊണ്ടാണ് ഇതിലെ അധികാരികൾക്കാണിത് ഉപയോഗം. അങ്ങനെയുള്ള അധികാരികൾ എങ്ങനെയാണ് 1000-1 അല്ലെങ്കിൽ 10,000-1 അല്ലെങ്കിൽ 1,00,000-1 വരണത്. ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയോ ഇതിലേക്ക് വന്ന് ചാടി. അത് നമ്മുടെ ഗുരുദേവന്റെ കൃപയോ എന്തോ മുൻജന്മം ചെയ്ത പുണ്യമോ മറ്റോ കൊണ്ടായിരിക്കും. നമ്മൾ അറിയാതെയാണ് അന്ന് പെട്ടുപോയി എന്നാണ് പറയും. ചിലർ പറയും പെട്ടുപോയെന്ന് പറയും. പെട്ടുപോയാലും രക്ഷയൊന്നുമില്ല. ആ ചൂണ്ടയിലെ പെട്ടുപോയി, അതിന് വേറെ വഴിയില്ല. അങ്ങനെയുള്ളവരുണ്ട് ഇതിൽ. പക്ഷെ എങ്കിലും ഇവർ പറയുന്നു, ഭഗവാന്റെ തിരുനാമങ്ങൾ പറയുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോൾ ചിലര് കളിയാക്കി പറയും, ചിലർ ദ്വേഷിച്ച് പറയും, ചിലർ പ്രേമം കൊണ്ട് പറയും. പക്ഷെ എല്ലാവർക്കും അനുഭവമാണ്. ഭഗവാനെ നിന്ദിച്ച് പറഞ്ഞാലും അവൻ നിന്ദിക്കുന്ന രൂപത്തിലും എന്നെ സ്മരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഏത് രൂപത്തിലായാലും ആ ഭഗവത് സ്മരണ ഇതിൽ ഉണ്ടായി വന്നാൽ ഈ പറയുന്ന മുക്തി, അവൻ്റെ ജന്മസാഫല്യം, ജന്മ ഉദ്ദേശം ഇതിൽ നടപ്പിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എങ്ങനെയോ കിട്ടിയ ഈ ഒരു ചാൻസ്, ചാൻസ് ഇതിനെ പൂർണ്ണമായി ഉപയോഗിക്കും. നമുക്ക് വിചാരിക്കുക ഇത് എപ്പോഴും വരുമെന്നില്ല. ഈ ജന്മത്തിൽ എന്തോ യാദൃച്ഛ്യ വന്നിരിക്കുകയാണ്. ഇനി വരുന്ന ജന്മത്തിൽ ഇത് ഉണ്ടാവണമെന്നില്ല, നിയമമില്ല. കിട്ടിയതിന് ഒരു സ്വാമി പറഞ്ഞു, ഇപ്പിറപ്പിലില്ലാട്ടാൽ എപ്പിറപ്പിൽ. ഈ മുക്തി ഈ ജന്മം സാധിച്ചില്ലെങ്കിൽ ഏത് ജന്മത്തിൽ നീ സാധിക്കാമെന്നാണ് നീ കരുതുന്നതെന്നാണ് ചോദിച്ചത്. കാരണം എന്തെന്നറിയാമോ? സാധ്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളിൽ ആകുമായിട്ട് എടുത്തിരിക്കുന്നത് നമുക്കതിനുള്ള സീരിയസ്നെസ് ഇല്ല. ഒരാൾ പറയും കാട്ടിൽ കൂടെ ഓടി വന്ന് ഒരാൾ പറയണം, അയ്യോ പുലി വരണം ഓടിക്കോ എന്ന് പറയണം. അപ്പോൾ കുറച്ച് പേർ ഓടി, കുറച്ച് പേര് നിന്നിട്ട് പറയണം ആ പുലി വരണല്ലേ, എന്നാൽ പുലി ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെയാണ് ചില ആളുകൾ ഇതിൽ മയങ്ങി ഇങ്ങനെ നിൽക്കണം. ആ പുലി ഞാൻ കണ്ടിട്ടില്ല, അതൊന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു.
പുലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിച്ചുകൊണ്ട് പോകും, അപ്പോഴും കൊന്ന് തിന്നുകൊണ്ട് പോകുന്ന സാധനം. ഇതുപോലെ മരണമാകുന്ന ഒരു പുലി പാഞ്ഞ് അടുത്തോണ്ടിരിക്കുന്നതാണ് ശാസ്ത്രം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. പരിശുദ്ധ മഹാരാജാവ് കണ്ടില്ലേ, ഭയങ്കര രാജാവ് എന്നുള്ള ഭാവത്തിൽ അങ്ങ് ആർത്ത് ഉല്ലസിച്ച് അങ്ങനെ നടക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു ശാപം കേൾക്കേണ്ടി വന്നത്. ശാപം എന്തിനാണ്? 7 ദിവസത്തിനകം നിന്നെ പാമ്പ് കൊത്തി നീ ചാവും എന്നുള്ള ശാപം. അതോടുകൂടി പെപ്പറോളായി. മനസ്സിലായി? ഈ ഒരു ഭയം ഇതിൽ വരുന്നതിനെയാണ് അധികാരികളെന്ന് പറയുന്നത്. വേറെ ആരെയല്ല. എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകുമെന്നാണ് സ്വാമി പറയും. എപ്പോൾ വേണമെങ്കിലും ഒരാൾ മരിച്ചു പോകും. അതിനൊന്നും ഒരു ഇതുമില്ല, ഒരു മാനദണ്ഡവുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ ജീവിതത്തെ ഈശ്വരാർപ്പണം ചെയ്യേണ്ട ഒരു കടമ നമുക്കിരിക്കുകയാണ്. ആ കടമയാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണം ചെയ്യുന്നതാണ്. ആ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സൗബോധം ഈശ്വരൻ്റെതാണെന്ന് തിരിച്ചറിയുന്നതാണ്. എന്നിട്ട് ആ ജ്ഞാനം എന്നുള്ള അഹംഭാവത്തിന് പൂർണ്ണമായും ഇല്ലാതാക്കി കളഞ്ഞതാണ്. ഇത് അതുവരെ ഞാൻ ആരാണ്, എന്നെ കഴിഞ്ഞിനി ആരുമില്ല എന്നുള്ള ഭാവമായിരുന്നു ഇരുന്നത്. ഇതിൻ്റെ പരിപൂർണ നാശത്തെയാണ് ജ്ഞാനമായിട്ട് പറയുന്നത്. അങ്ങനെ ജ്ഞാനമുണ്ടായി മുക്തിസുഖം അനുഭവിച്ച് ജീവിതം നയിക്കാൻ നമുക്ക് നമ്മുടെ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം.